तो भाई साहब बोलना एक बार जय श्री राम। जय श्री राम नहीं बोलोगे? क्यों नहीं बोलोगे? जय श्री राम बोलने का भैया। जय श्री राम बोलो भाई। अरे भाई जय श्री राम बोल दो। अरे जाओ यार अपना काम करो। क्यों? अरे भाई सुन इधर देख, जय श्री राम बोलेगा तू 2-3 दिन में। ബീഹാറിന് വോട്ടൊക്കെ ചെയ്തിട്ട് ബീഹാറിന് തിരിച്ച് ഡൽഹിയിലോട്ട് ജോലിക്ക് എത്തിയ ആളുകളുടെ റെയിൽവേ സ്റ്റേഷനിലുള്ള സീനാണിത്. गरीब आदमी है, कर्जा ले लेके लोन ले लेके घर में अच्छा भैया शुरू में नहीं बनाने देता क्या? गलत का अगर गलत बोलेंगे तो जूता के मारते हैं। BJP ആഭ്യന്തരം നോക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ ആഭ്യന്തരമന്ത്രിമാര് ജനിച്ച കൂട്ടത്തിൽ അല്ലെങ്കിൽ തള്ള പെറ്റിട്ട കൂട്ടത്തിൽ ഉണ്ടായിട്ടുള്ള സാധനമാണോ ഈ ബുൾട്ടോസറും തോന്നിപ്പോവും. അതായത് പൊക്കിൾ കൊടിക്ക് ബന്ധത്തിന് പകരം ഈ തള്ളക്കും അല്ലെങ്കിൽ ഈ മോനും ഇടയിൽ ബുൾട്ടോസർ ബന്ധം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ ബുൾട്ടോസർ രാജ് എന്നും പറഞ്ഞിട്ട് ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. ഈ സാമ്രാജ് ചൗധരി ബീഹാറിന്റെ ആഭ്യന്തര മന്ത്രിയായി നമ്മളെല്ലാവരും പറഞ്ഞില്ലേ, അതുവരെ അതല്ലായിരുന്നു. അവിടെ NDAക്ക് എന്താ പറയാ നിതീഷ് കുമാറിന്റെ അണ്ടറിൽ വന്ന ആഭ്യന്തരമായിരുന്നു. എന്നാണോ ഇത് കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ടേ ഉള്ളൂ സത്യപ്രതിജ്ഞ കഴിഞ്ഞ്. ആ സമയം മുതൽ ബീഹാറിലെ സാധാരണക്കാരെ, അതായത് സാധാരണ ദളിതരായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരുടെ ഒക്കെ വീടുകൾ തിരിഞ്ഞും മറഞ്ഞും ഇരുന്നിട്ട് ഇവന്മാർ ബുൾട്ടോസർ വെച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗര വികസനം, റോഡ് വികസനം എന്നും പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് ക്ലിപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. ഇത്രയും കാലം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ വോട്ടും ചെയ്ത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വിജയിപ്പിച്ച് അങ്ങ് എത്തിച്ചു കൊടുത്തിട്ട് അവസാനം ഇവന്മാരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മുതലാളിമാരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി എന്ത് പദ്ധതി പ്രൊജക്റ്റുകളെന്നും പറഞ്ഞിട്ട് ബുൾട്ടോസറും കൊണ്ട് കയറ്റി കൊടുക്കുന്നത് ഈ പാവപ്പെട്ട ആൾക്കാരുടെ മേലോട്ട് തന്നെയാണ്. നമ്മളിതിനു മുമ്പ് യോഗി ചെയ്യുന്ന ബുൾഡോസർ കണ്ടിട്ടുണ്ട്. യോഗി ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കാനും മുസ്ലിങ്ങളുടെ ദർഗ പൊളിക്കാനും അല്ലെങ്കിൽ വികസനത്തിന്റെ പേരും പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ വീട് പൊളിക്കാനാണ് യോഗി ഏറ്റവും കൂടുതൽ ബുൾഡോസർ യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഭീകരവാദികൾ എന്നും പറഞ്ഞ് ഭീകരവാദികളുടെ വീടൊക്കെ നമ്മൾ ബുൾഡോസർ വെച്ച് അടിച്ച് പൊളിക്കും. അതേ സ്ഥാനത്ത് ഭീകരവാദികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ചാരന്മാരായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളുടെ വീട് പൊളിക്കൊന്നുമില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ബുൾഡോസർ രാജ്യം എന്ന് പറഞ്ഞ ഈ ഒരു പൊക്കിൾ കൊടി ബന്ധം BJPയുടെ. അപ്പം നമുക്ക് 1-2 ക്ലിപ്പുകൾ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സങ്കടം തോന്നുന്ന ക്ലിപ്പുകൾ कണ്ടു കഴിഞ്ഞാൽ हम लोग के बच्चा जा छोटा छोटा पढ़ रहा था, हम लोग अभी ठंडी में कहा जा, ना खाने का ठीक है ना रहने का ठीक है। बाल बच्चा हम लोग 3 दिन से चूल्हा नहीं फूक रहे, जबरदस्ती बोलता तुम लोग जा ये कर देंगे वो कर देंगे। पहले व्यवस्था दीजिए तब ना हम लोग जाएंगे। छोटा छोटा बाल बच्चा 3 दिन से चूल्हा नहीं जल रहा, हम लोग के व्यवस्था दीजिए, हम लोग हट जाएंगे। जबरदस्ती बोला बुलडोजर देखिए हम लोग का पूरा झुकी उजड़ गया। ठंडा में भी कुहासा में कहाँ रहेंगे? बोलने को जहाँ जहाँ जाते हम लोग का कोई नहीं सुनता, सीधे बोलता ललवा की जमीन हटाएगा, कोई व्यवस्था देगा तब तो हम लोग हटेंगे। छोटा 32 साल से हम लोग का बाप दादा इसी जगह पर डेट किया। हम लोग जन्म हमारा इसी जगह है, समस्तीपुर किस कॉलोनी मालगुदा। तो हमारा लोग का भी जो बाल बच्चा है ഇതില് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഹാറിലെ സമത്പൂരിലെ 300 കുടുംബങ്ങളെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇവന്മാര് പുറത്തോട്ട് എടുത്തിട്ട് കളഞ്ഞത്. 300 കുടുംബങ്ങൾ കേട്ടോ. അതായത് സ്ഥലം വിട്ടുപോകാൻ മറ്റ് സൗകര്യങ്ങളോ താമസിക്കാനുള്ള സ്ഥലങ്ങളോ ഒന്നും ഒരുക്കിയിട്ടില്ല. അങ്ങനെ ചുമ്മാ ആളുകൾ എടുത്ത് പുറത്ത് കളയുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. 32 വർഷത്തോളം അവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്. പൂർവികരായിട്ടും അല്ലാതായിട്ടും അവിടെ 32 വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആളുകൾക്കൊന്നും ഒരു നോട്ടീസ് പോലും നൽകാണ്ട് ഇത് അനധികൃതമായിട്ടുള്ള സ്ഥലങ്ങളാണെന്നും പറഞ്ഞിട്ടാണ് ആളുകൾ എടുത്ത് കളയുന്നത്. ഏതായാലും നിതീഷും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ NDA സർക്കാരും കൂടെ അവിടുത്തെ ആൾക്കാർക്ക് എന്തോ ഒലത്തി കൊടുക്കും എന്നും പറഞ്ഞിട്ട് വോട്ട് ചെയ്ത് പിന്നുള്ള കള്ള വോട്ടും എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇവന്മാർ ജയിച്ച് അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാർ ഇന്നും അവിടെ നിൽക്കാൻ പറ്റാണ്ട് ഉള്ള വീടും പൊളിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. വീഡിയോ എത്ര പേര് കണ്ടിരുന്നു? അതായത് ബീഹാറിന് വോട്ടൊക്കെ ചെയ്തിട്ട് ബീഹാറിന് തിരിച്ച് ഡൽഹിയിലോട്ട് ജോലിക്ക് എത്തിയ ആളുകളുടെ റെയിൽവേ സ്റ്റേഷനിലുള്ള സീനാണിത്. ഇപ്പെങ്കിലും മനസ്സിലാക്കണം ഈ പറഞ്ഞ ഇവന്മാരൊക്കെ ആർക്കാണ് വോട്ട് ചെയ്തത്. ഇവന്മാർക്ക് ബോധം ഉണ്ടെങ്കിൽ ഇവന്മാർ ചെയ്തിട്ടുണ്ടാവുക മിക്കവാറും ഇന്ത്യ ബ്ലോക്കിനായിരിക്കും. പക്ഷേ നമ്മൾ വോട്ട് കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വോട്ടുകൾ എവിടെയും കണ്ടിട്ടില്ല. അതല്ല, ഇനിയും ഇവന്മാർക്ക് വിവരം വെച്ചിട്ടില്ല. ഇപ്പോഴും ഇവന്മാരുടെ ഉള്ളിൽ ഈ പറഞ്ഞ മോദി ഭക്തി മൂത്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഇവന്മാര് ഇങ്ങനെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് ലോകത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കും. തിരിച്ച് വീടുമായിട്ട് വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ സാമ്രാട്ട് ചൗധരി ബുൾട്ടോസറും കൂടെ ഈ പറഞ്ഞ വീടുകളൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. कर्जा ले लेके लोन ले लेके घर में अच्छा भैया शुरू में नहीं बनाने देता क्या? गलत का अगर गलत बोलेंगे तो जूता के मारते हैं। जब आपके जमीन में हम बना रहे थे शुरू में आपके बिजली नहीं देना चाहिए, आपके होल्डिंग कैट नहीं काटना चाहिए।
ഇതിൽ ഈ ഒരു സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഈ സ്ഥലങ്ങളിൽ അവർക്ക് അനധികൃത സ്ഥലത്ത് ഇവർ ഇത്രയും കാലം താമസിച്ചു, വെള്ളം കൊടുത്തു, വൈദ്യുതി കൊടുത്തു, ഈ രണ്ട് സാധനങ്ങളും സർക്കാർ ചെലവിൽ ഞങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഞങ്ങൾ ഇത്രയും കാലം അങ്ങനെ പറ്റിച്ചു? ഇത് അനധികൃത സ്ഥലമാണ് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ നമ്മളൊരു സ്ഥലത്തിന് വൈദ്യുതിയും വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോൾ സർക്കാർ ചെലവിലുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ പുറമ്പോക്കല്ലാത്ത സ്ഥലങ്ങളായിരിക്കണം എന്നുണ്ട്. പക്ഷേ അതുപോലും ഇല്ലാണ്ട് ഇപ്പം എവിടുന്ന് വന്നു ഈ പറഞ്ഞ സർക്കാർ പുറമ്പോക്ക് എന്നാണ് ഈ ഒരു സ്ത്രീ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ വലിയൊരു ഒരു കാര്യമുണ്ട്. അതായത് ബീഹാറിലാണ് ഒരു രൂപ മാത്രം വാങ്ങിച്ച് 1 ഏക്കറിന് 1 രൂപ വാങ്ങിച്ച് അദാനിക്ക് സ്ഥലം എഴുതി കൊടുത്തത്. അവിടുത്തെ പാവങ്ങളുടെ കയ്യിൽ നിന്നും മറ്റുള്ളവരെ കയ്യിൽ നിന്നുള്ള സ്ഥലം എഴുതി കൊടുത്തത്. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ ചാർജ് എടുത്ത് 2ാമത്തെ ദിവസം തന്നെ ബുൾഡോസർ എടുത്തിട്ട് നമ്മുടെ ചൗധരി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു വലിയ അംബാനിയാണോ അദാനിയാണോ എന്നറിയില്ല. ഇനി അതല്ല വേറെ വല്ല മന്ത്രിപുത്രന്മാരൊക്കെ ആണെങ്കിൽ അവന്മാരുടെ പോക്കറ്റ് വീർപ്പിക്കാനും അവന്മാരുടെ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാനും തന്നെയാണ് ഈ പാവങ്ങളെ അവിടുന്ന് എടുത്തെറിയുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. हम लोग का कागज तक देखने के लिए तैयार नहीं है। जब नंबर आएगा तो भूल जाए। हम तो समझ गए ये चाबी रिकॉर्ड कर दिया है। പസ്വാൻ സമൂഹവും ചിറാഗ് പസ്വാന്റെ മൗനവും അതാണ് ഈ വീഡിയോന്റെ തലക്കെട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ബീഹാറിലെ പസ്വാൻ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ പൊടിച്ചു നീക്കുന്ന ഒരു വീഡിയോയുടെ ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. അതായത് ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ജാതിയുടെ പേരും പറഞ്ഞിട്ടാണ്. നമ്മുടെ ചിറാഗ് പസ്വാനൊക്കെ വോട്ട് പിടിച്ചിട്ടുള്ളത് കള്ളവോട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വോട്ടുകൾ പിടിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പസ്വാൻ ഫാമിലി അല്ലെങ്കിൽ പസ്വാൻ കുടുംബങ്ങളുടെ പേരും പറഞ്ഞിട്ടാണ്. ഈ പറഞ്ഞ പസ്വാൻ കുടുംബത്തിലെ ആളുകളുടെ മാത്രം വീടുകൾ പൊളിച്ചു മാറ്റുന്ന ഒരു ബുൾഡോസർ രാജ്യം നമ്മൾ കണ്ടു. ചാർജ് എടുത്ത്, അതായത് വോട്ടിന് വേണ്ടി തെണ്ടി നടന്ന് വോട്ട് കിട്ടി ചാർജ് എടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ ഈ പറഞ്ഞ വോട്ട് കൊടുത്തവന്മാരുടെ ഒക്കെ വീടുകൾ അടിച്ചു പൊളിക്കുന്ന രംഗങ്ങളായിരുന്നു അത്. അതും ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. ഈ ബീഹാറിലെ ആൾക്കാരുടെ ഒക്കെ ഒരു അവസ്ഥ, വോട്ട് ചെയ്താലും വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ കഷ്ടപ്പാടാണല്ലോ ഈ പാവങ്ങൾക്ക് എന്ന് തോന്നിപ്പോട്ടോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ. കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്? കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും റോഡ് വികസനവും അനധികൃതമായിട്ട് സ്ഥലങ്ങൾ എടുത്തു, മറ്റ് നഗര വികസനം എന്നും പറഞ്ഞ് ബുൾഡോസർ വെച്ച് പാവപ്പെട്ട ആൾക്കാരുടെ വീടുകളും കടകളും തകർക്കുന്നത് ഒരു നിത്യ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ഗുണനിലവാരമുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഈ പറഞ്ഞ ബീഹാറിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അസമിലും ഹരിയാനയിലും ഒക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കാതല്ലാണ്ട് യുപിയിലും പൊളിച്ചെടുക്കാതല്ലാണ്ട് ഒരു ഗുണം ഈ പറഞ്ഞ ഒരു മനുഷ്യന്മാർക്കും കിട്ടുന്നില്ല. അവിടുത്തെ കുറച്ച് പണക്കാർ പൈസ ഉണ്ടാക്കേണ്ടതല്ലാണ്ട് GDP നോക്കിക്കഴിഞ്ഞാലും എല്ലാം കൊണ്ടും ദരിദ്ര കൂഷ്മാണ്ഡങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കുറേ പാവങ്ങൾ അവിടെ ഉള്ളത്. അവിടുത്തെ നേതാക്കൾ കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. എന്നിട്ടാണ് നമ്മുടെ നാട്ടിലെ ഈ സംഘപരിവാണങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കാൻ പറയുന്നത്. ഗുജറാത്തിലോട്ട് നോക്കൂ, ബീഹാറിലോട്ട് നോക്കൂ എന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്നിട്ട് പുളകം കൊള്ളുന്ന സ്ത്രീലേഖമാരെ വരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അല്ലേ. മോദിജി ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സ്ഥലങ്ങളുടെ വികസനം നോക്കൂ, കേരളത്തിന് നമുക്ക് അങ്ങോട്ട് എത്തിക്കേണ്ടേ എന്നാണ് ചോദിച്ചത്. അതെ, കേരളത്തിന് അങ്ങോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ കൂപ്പുകുത്തി താഴത്ത് കുത്തിയിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അത് കിട്ടുന്ന പൈസക്കും പദവിക്കും എന്ത് ചെറ്റത്തരം വിളിച്ച് പറയാൻ മടിയില്ലാത്ത കുറെ BJP പരിവാണങ്ങളായി പോയി നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന അവസ്ഥകൾ എന്താണെന്ന് നിങ്ങളൊക്കെ കാണിച്ചു തരണം തോന്നിയതുകൊണ്ട് ഇതിട്ടത്. ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചുതരാം. ഗുജറാത്തിൽ ഒരു മദ്രസ പൊളിച്ച് നിൽക്കുന്ന വീഡിയോ ആണിത്. നിങ്ങൾ വിചാരിക്കും മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 1 മുറി 2 മുറി 3 മുറിയൊക്കെ ചെറിയ മദ്രസ സെറ്റപ്പ് അല്ല. അവിടുത്തെ പല ആളുകളും പഠിക്കുന്നത് മദ്രസയിലാണ്. അവിടെ അറബി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഖുർആനല്ല പഠിപ്പിക്കുന്നത്, മറ്റ് പല വിഷയങ്ങളും പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. ഗുജറാത്തിൽ ഇന്നലെ പൊളിച്ചിട്ടുള്ള ഒരു മദ്രസ കോംപ്ലക്സ് ആണത്. ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഒഴിഞ്ഞ സ്ഥലത്താണ്. ആ മൊത്തം സ്ഥലത്തിൻ്റെ അത്രയും വലിയൊരു ഭാഗം പൊളിച്ചങ്ങ് നീക്കുകയാണ് റോഡ് വികസനം എന്നും പറഞ്ഞിട്ട്. അവിടെ അടുത്ത് കൂടെ ഒരു ടാർ ചെയ്ത റോഡ് പോലെ അതിൻ്റെ അടുത്ത് കൂടെ പോകണില്ല, എങ്കിലും റോഡ് വികസനം എന്നും പറഞ്ഞിട്ട് അത് പൊളിച്ചു മാറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അജണ്ട മറ്റു ചില പോസ്റ്റുകൾ ഇതിനെ സംബന്ധിച്ച് വന്നിരുന്നു. അതായത് ഇത്രയും വലിയൊരു മദ്രസകളിൽ നിന്ന് തീവ്രവാദികൾ പഠിച്ചിറങ്ങി ഞങ്ങളുടെ നാട്ടിൽ ബോംബ് വെക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പം ആ ചോദിച്ചവന്മാരോട് തന്നെ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ചാവേറുകളും തീവ്രവാദികളും ഈ കൂട്ടത്തു നിന്ന് 1, 2 ഇതുപോലെ പോകുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് അതുപോലെ തന്നെ പാകിസ്ഥാനിലോട്ട് നേരിട്ട് തിരിഞ്ഞും പറഞ്ഞൊന്നുമില്ല, പാകിസ്ഥാൻ ചാരസംഘടന IS-നൊക്കെ നേരിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഇവന്മാരുടെ ഹിന്ദുക്കളോ അല്ലെങ്കിൽ മറ്റു ജാതിക്കാരോ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, ഇപ്പം അജിത് ഡോവല് പറഞ്ഞ പോലെ 90% മുസ്ലിങ്ങളല്ല ഇന്ത്യയിലെ ചാരന്മാർ എന്നിട്ടുള്ള പറഞ്ഞത്. അതിൻ്റെ കോൺട്രവേഴ്സി സൈഡ് നടക്കുന്നുണ്ട്. എന്താണ് സത്യം എന്നുള്ളതും പുറത്തോട്ട് വന്നു. കംപ്ലീറ്റ് വീഡിയോയുടെ ഡീറ്റെയിൽസ് പുറത്തു വന്നു. അപ്പം അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ഈ മുസ്ലിങ്ങളുടെ വീടും പള്ളികളും അമ്പലങ്ങളും ഈ മസ്ജിദുകളും മദ്രസകളും മാത്രം പൊളിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ പൊളിക്കുന്ന അവസ്ഥ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുക. അതിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് വരെ ഉണ്ട്. എന്ത് വികസനത്തിൻ്റെ പേരിലാണ് ഈ അമ്പലം അല്ലെങ്കിൽ ഈ പറഞ്ഞ മദ്രസകൾ പൊളിച്ച് നീക്കുന്നത്? നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥ, ഒരു അരക്ഷിതാവസ്ഥ എത്രത്തോളം വലുതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ പറഞ്ഞ ഗുജറാത്തിലും
ബീഹാറിലും ഈ പറഞ്ഞ അസാമിലൊക്കെ ഉള്ളതെന്ന് ഭയങ്കര വേഴ്സാണ് അവിടുത്തെ അവസ്ഥ, മുസ്ലിങ്ങളുടെ അവസ്ഥ. നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് നമ്മുടെ സംഘിക്കുട്ടന്മാർ കൊണയ്ക്കുന്ന കൊണയല്ല യഥാർത്ഥത്തിൽ ഇവർ ഈ പറഞ്ഞ ചാണകങ്ങൾ നാട് തൊട്ട് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. നാട്ടിലെ കുറച്ച് ഇതുപോലത്തെ ബിസിനസ്സുകാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരം ചെയ്യാൻ കുട്ടിക്കൊടുപ്പ് വരെ അതിന് പറ്റുന്ന BJP എന്താണെങ്കിൽ പറഞ്ഞ RSS സംഘപരിവാർ നേതാക്കളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇനി ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പള്ളിയും പൊളിച്ചു, അല്ലെങ്കിൽ അവരുടെ മദ്രസ പൊളിച്ചു, അവരുടെ വീടുകളും നാടും ഒക്കെ പൊളിക്കുന്നുണ്ട് എന്ന് പുളകം കൊള്ളുന്ന സംഘികളുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സംഘികളെ, നിനക്കൊന്നും പൈസ 5 പൈസ കയ്യിലില്ലാത്ത വെറും ഊള സംഘികളാണ് നീയൊക്കെ എന്നുണ്ടെങ്കിൽ നിന്റെ വീടും പൊളിക്കും, അത് ഏത് സ്ഥലത്താണെങ്കിലും. ഇത് കഴിഞ്ഞ ദിവസം വാരാണസിയിലെ ദാൽമണ്ഡി മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള വീഡിയോസാണ്. ഒക്കെ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ലായിരുന്നു. ആ മാർക്കറ്റിൻ്റെ വീതി കൂട്ടണം, അതല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടെ റോഡിൻ്റെ വീതി കൂട്ടണം എന്നും പറഞ്ഞാൽ അവിടെ പൊളിച്ച് നീക്കിയിട്ടുള്ളത് ഈ പാവങ്ങളാണ്. ഒരു ദിവസത്തെ കൂലി കിട്ടണമെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും കച്ചവടം ചെയ്ത് ഒരു നേരം ഭക്ഷണം കഴിക്കണം, ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് മറ്റ് സൈഡിൽ നിന്നൊന്നും കിട്ടാത്ത ആ പാവങ്ങളുടെ വീടുകളും അല്ലെങ്കിൽ ആ പാവങ്ങളുടെ കച്ചവടവും മാർക്കറ്റും ഒരു ദിവസം കൊണ്ട് പൊളിച്ച് നീക്കി. എല്ലാം നല്ല ഒസ്സല് BJP അന്ധഭക്തരായിരുന്നു. അന്ധഭക്തർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇത്രയും കാലം BJPക്ക് എന്നെ വോട്ട് ചെയ്തിട്ടും ഞങ്ങൾക്ക് ഒരു കോണവും ഞങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല. ആകെ ഉള്ളത് ഞങ്ങൾ ഇവിടുത്തെ ഈ പറഞ്ഞ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും പൈസ അതുവരെ പൊളിച്ച് നീക്കിയിട്ട് ഇത് ഏത് കോർപ്പറേറ്റിന് കൊടുക്കാനാണ് ആ പാവങ്ങൾക്ക് പോലും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അന്ധഭക്തരായിട്ടുള്ള സംഘി കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ചിലപ്പം ഒരു ദിവസം പട്ടിണി കിടക്കുന്ന ടീമുകളായിരിക്കും കൂടുതൽ സംഘികളും. നമ്മുടെ നാട്ടിലെ നിങ്ങൾ ഒരു ഹൈ ക്ലാസ് കുറച്ച് മുതലാളിമാരെ അല്ലെങ്കിൽ കുറച്ച് ലീഡേഴ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംഘികൾ പട്ടിണിയും പരിവട്ടമുള്ള വെറും ഊളാച്ചികളാണ്. ബിസിനസ്സും ഇല്ല, പഠിപ്പും ഇല്ല, ഒന്നുമില്ല, കുറേ അന്ധഭക്തത മാത്രം കൊണ്ട് നടക്കുന്നതാണ്. നിൻ്റെയൊക്കെ കയ്യിൽ ഒരു നേരത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ അവന്മാർ ഊറ്റും, നിന്നൊക്കെ ഊറ്റി കുടിക്കണം, ചാണകം നിൻ്റെയൊക്കെ വയറ്റിന്ന് ഛർദ്ദിപ്പിക്കുന്ന രീതിയിലായിരിക്കും കാണുക. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടുത്തെ റോഡ് വീതി കൂട്ടണം എന്നും പറഞ്ഞിട്ട് വലിയ പ്രചാരണം നടക്കുകയാണ് അവിടെ. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രസിദ്ധമായ ദാൽമന്തി മാർക്കറ്റ് 10,000-ഓളം കടകൾ പൊളിച്ചു നീക്കി എന്നാണ് റിപ്പോർട്ട്. കടയുടമ സർക്കാരിനോട് അപ്പീൽ ചെയ്തു. തെരുവിൽ വീതി കൂട്ടുന്നതിനായി 5-6 അടിക്ക് പകരം 5 അടി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാവങ്ങളെ കടകളൊക്കെ രക്ഷപ്പെടുമായിരുന്നു. അതിന് സമ്മതിച്ചില്ല. ഇതാണ് ഇവിടുത്തെ BJP അനുഭാവികളുടെ പ്രതികരണം കേട്ടോ. അതായത് വാരാണസിയിലെ ദാൽമണ്ടിയിലുള്ള കടയുടമ തങ്ങൾ എല്ലാവരും കട്ട BJP അനുകൂലികളാണ് എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. തങ്ങൾ വർഷങ്ങളായി BJPക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നും അവർ പറയുന്നുണ്ട്. തങ്ങളുടെ ഏക വരുമാനമായിട്ടുള്ള ചെറിയ കച്ചവടങ്ങൾ നശിപ്പിക്കുന്നതിലുള്ള ദുരന്തവും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ മാർക്കറ്റ് നശിപ്പിക്കരുത് എന്നും ഇത് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് പകരം പാവങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് എന്നും അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. തങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചവർ തന്നെയാണ് ഇന്ന് തങ്ങളെ വീട്ടിൽ നിന്നും കടകളിൽ നിന്നും പുറത്താക്കുന്നത് എന്നുള്ളതും അവിടുത്തെ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്നതും വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. വല്ലാത്തൊരു കഷ്ടം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ BJPയുടെ കൊല കിട്ടിയിട്ടുള്ള നമ്മുടെ സകല താടിജി, അമിട്ട്ജി, മറ്റ് DGകളൊക്കെ സ്വൈര്യവിഹാരം പൂണ്ട് ഈ പറഞ്ഞ അയോധ്യയിൽ മറ്റേ രാമനെ പ്രതിഷ്ഠിക്കാനും കൊടി വെക്കാനും നടക്കുകയാണ് എന്നുള്ളതാണ് മറ്റ് മറുപുറത്ത് നടക്കുന്ന ഒരു അവസ്ഥ. മറ്റൊരു വീഡിയോയുടെ ഭാഗം ഒന്ന് കണ്ടിട്ടോ. അതായത് ഒരു താജ്മഹലിൻ്റെ അടുത്ത് ഏതൊരു ടാക്സി ഡ്രൈവർ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ അവിടുത്തെ മറ്റ് വേട്ടാവളിയന്മാരായിട്ടുള്ള ഒരു പറ്റം സംഘ പറയുവാണെങ്കിൽ അയാളെ കൊണ്ട് ജയശ്രീരാം വിളിപ്പിക്കാൻ കിടന്ന കഷ്ടപ്പാട് അയാളുണ്ട് പോടാ ഊളയെന്നും പറഞ്ഞ് പോയി. എന്തോ അയാളുടെ എന്ത് ധൈര്യത്തിലാണെന്ന് അറിയില്ല. അവന്മാരെല്ലാവരും കൂടെ പിടിച്ചടിച്ച് കൊന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കൈ മരിച്ചു പോകുന്നതല്ലാണ്ട് ഒരു രക്ഷയില്ല. നിങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതിയും നമ്മുടെ ഈ നാട്ടിൽ കിട്ടാൻ പോകുന്നില്ല. കാരണം രാജ്യം ഭരിക്കുന്നതും പറയുവാണങ്ങളാണ്. ആ പറയുവാണങ്ങൾക്ക് സ്തുതി പാടി നടക്കുന്ന വേട്ടാവളിയന്മാരാണ് നിങ്ങളോടൊക്കെ ജയശ്രീരാം വിളിപ്പിക്കുന്നത്. നിങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ ജീവൻ പോകും. ചിലപ്പോൾ പടച്ചവൻ്റെ അടുത്ത് നിങ്ങൾക്ക് കൂലി കിട്ടുമെങ്കിലും ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു തരത്തിലുള്ള നിയമത്തിൻ്റെ കൂലിയോ അല്ലെങ്കിൽ ഔദാര്യമോ കിട്ടൂല എന്നുള്ളതാണ് അതിന്റെ സത്യം. भाई साहब बोलना एक बार जय श्री राम, जय श्री राम नहीं बोलोगे? क्यों नहीं बोलोगे? जय श्री राम बोलने का भैया, जय श्री राम बोलो भाई. अरे भाई जय श्री राम बोल दो. अरे जाओ यार, अपना काम करो. क्यों? अरे भाई सुन, इधर देख, जय श्री राम बोलेगा तू 2-3 दिन में. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ കുതിച്ചുയരാണ്. എങ്ങോട്ടാ കുതിച്ചുയരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിച്ചുയർന്ന് പണ്ടത്തെ മറ്റേ ശിലായുഗത്തിലോട്ടൊക്കെ ഇന്ത്യ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് നമ്മുടെ വാനരന്മാരെ കൂടെ അല്ലെങ്കിൽ വാനരന്മാരെ സ്തുതിച്ച് പാടി ജീവിക്കേണ്ട അവസ്ഥ. ആ കൂട്ടത്തിൽ കുറെ പഴം മിണുങ്ങി അല്ലെങ്കിൽ ചാണകം മിണുങ്ങി ജീവിക്കുന്ന കുറെ വാനരന്മാരുടെ നാടായിട്ട് നമ്മുടെ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബെസ്റ്റ് വേണ്ട ബെസ്റ്റ്.